ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചേച്ചീസ് വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളുടെ ANM ആൻഡ് GNMൻ്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ 17-ാം തീയതി മുതൽ 19-ാം തീയതി വരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. നമുക്ക് എത്ര കോളേജുകൾ വേണമെങ്കിലും ഓപ്ഷൻ വെക്കാവുന്നതാണ്, അതിനൊന്നും പരിധിയില്ല. അങ്ങനെ 20-ാം തീയതി നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. നിങ്ങൾ ഓൺലൈനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുന്നതല്ല എന്നവർ പറയുന്നുണ്ട്. ഇവർ പിന്നെ താഴെ പറയുന്നത് റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. റാങ്ക് ലിസ്റ്റ് 1-ൽ എന്താണ് വരുന്നത്, റാങ്ക് ലിസ്റ്റ് 2-ൽ എന്താണ് വരുന്നത്, അതെല്ലാമാണ് ഇവരിവിടെ പറയുന്നത്. റാങ്ക് ലിസ്റ്റ് 1 എന്ന് പറയുന്നത്, അതായത് ഡിപ്ലോമ എഞ്ചിനീയർ നഴ്സിംഗോ GNMന് 2 റാങ്ക് ലിസ്റ്റുകളാണ് ഉള്ളതെന്ന് അവർ പറയുന്നുണ്ട്. റാങ്ക് ലിസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ സയൻസ് സ്ട്രീമിൽ വരുന്നവർക്കാണ്. റാങ്ക് ലിസ്റ്റ് 2 എന്ന് പറയുന്നത് നോൺ സയൻസ് ആയിട്ടുള്ള സ്ട്രീമിൽ വരുന്ന വിദ്യാർത്ഥികളാണ് വരുന്നത്. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് 3 വരുന്നത് ANM ഉള്ള സ്റ്റുഡൻസാണ് വരുന്നത്. അപ്പം നിങ്ങൾ കോളേജുകൾ ഓൾറെഡി ഞാൻ നഴ്സിംഗ് കോളേജുകൾ ഏതൊക്കെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം നോക്കി ഓപ്ഷനെല്ലാം ഒരു ചെറിയ ലിസ്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് ഹയർ ആയിട്ടുള്ള ഇഷ്ടമുള്ള ആഗ്രഹമുള്ള കോളേജുകളൊക്കെ ഫസ്റ്റ് ഓപ്ഷൻ വെച്ചിട്ട് വെക്കാവുന്നതാണ്. ഇതിൽ ഗവൺമെൻറ് കോളേജുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പ്രൈവറ്റ് കോളേജുകൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതല്ല. അപ്പോൾ നിങ്ങൾ 19-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള GNMൻ്റെ ANMൻ്റെയും മറ്റു കോഴ്സുകളുടെയൊക്കെ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.